ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും തന്നെ ഫിസിക്സ് ഫോർ പ്ലഷർ വിത്ത് മോഹൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ എന്നുള്ളതാണ്. വാട്ട് ഈസ് മോഷൻ? എന്ത് പറയാൻ പറ്റും? നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചാണ് എപ്പോഴാണ് ബോഡി ചലിക്കുന്നു എന്ന് പറയുക. മോഷൻ എന്ന് പറഞ്ഞാൽ ചലനമാണ്. എപ്പോഴാണ് ബോഡി ചലിക്കുന്നു എന്നുള്ളത് പറയുക. മോഷൻ എന്ന് പറഞ്ഞാൽ എ ബോഡി സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം, അല്ലേ? അതായത് ബോഡിയുടെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നുവെങ്കിൽ ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ. ക്ലിയർ ആയല്ലോ? ചലിക്കുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അതായത് സമയം മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ ആ ബോഡി ചലിക്കുന്നു എന്ന് പറയാം. ക്ലിയർ ആയല്ലോ? ഇനി മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ഫിസിക്സിന് തന്നെ പല ബ്രാഞ്ചസുകളുണ്ട്. മെക്കാനിക്സ് ഉണ്ട്, തെർമോഡൈനാമിക്സ് ഉണ്ട്, ഒപ്റ്റിക്സ്, ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം. ഇതൊക്കെ തന്നെ ഈ ബ്രാഞ്ചുകളെ കുറിച്ചൊക്കെ തന്നെ അതിൻ്റെ ബേസിക് ഫണ്ടമെൻ്റൽ ഐഡിയാസൊക്കെ നിങ്ങൾ ഈ വർഷവും അടുത്ത വർഷമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മെക്കാനിക്സ് എന്നുള്ളതാണ്. മെക്കാനിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. എന്ന് പറഞ്ഞാൽ എന്താ? വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ശാഖയാണ് മെക്കാനിക്സ്. ക്ലിയർ ആയല്ലോ? അതായത് വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ച് പഠിക്കുകയാണ് മെക്കാനിക്സ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെക്കാനിക്സിനെ തന്നെ ബ്രോഡ്ലി മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മെക്കാനിക്സ് ക്യാൻ ബി 3 ബ്രാഞ്ചുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് പറഞ്ഞത്രേ ഉള്ളൂ. Static is the branch of physics which deals with the motion of objects or which deals with the objects at rest. റസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകളെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. എപ്പോഴാണ് ബോഡി റസ്റ്റിലാന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു ബുക്ക് ഒരു ടേബിളിൽ ഇരിക്കുകയാണെങ്കിൽ ദാറ്റ് ബോഡി സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ്. പക്ഷെ നമ്മൾ ഒന്നും കൂടി സൂക്ഷ്മമായി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? ബോഡിയുടെ ഭാരം താഴത്തേക്കും അതേപോലെ അതിനെതിരായിട്ട് ഒരു റിയാക്ഷൻ ഈ മേശ മുകളിലേക്കും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ ദാറ്റ് ബോഡി സെറ്റ് ടു ബി ഇൻ ഇക്വിലിബ്രിയം. അപ്പോൾ റസ്റ്റിലിരിക്കുന്ന ബോഡീസൊക്കെ തന്നെ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. അപ്പോൾ അത്തരത്തിലുള്ള റസ്റ്റിലിരിക്കുന്ന, നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, റസ്റ്റിലിരിക്കുന്ന ബോഡീസിനെ കുറിച്ച് പഠിക്കുന്നതാണ് സ്റ്റാറ്റിക്സ് എന്നുള്ള ഫിസിക്സിൻ്റെ ബ്രാഞ്ച്. രണ്ടാമത്തെ ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ. അതായത് വസ്തുക്കൾ ചലിക്കുന്നതിനെ കുറിച്ച് പഠിക്കുന്നതാണ് കൈനമാറ്റിക്സ്. പക്ഷെ നമ്മൾ ആ ചലനത്തിന് കാരണം എന്താണോ ആ കാരണത്തെക്കുറിച്ച് നമ്മൾ തൽക്കാലം മനസ്സിലാക്കുന്നില്ല. ഓക്കെ? അപ്പോൾ സ്റ്റാറ്റിക്സ് പറഞ്ഞാൽ റസ്റ്റിലിരിക്കുന്ന ബോഡീസിനെ കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ്. അവിടെ ടൈം ഹാസ് നോ റോൾ. സമയത്തിന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇതിൽ, സ്റ്റാറ്റിക്സിൽ. അതേസമയം കൈനമാറ്റിക്സിൽ ടൈം ഫാക്ടർ ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. കൈനമാറ്റിക്സ്. ഓക്കെ? സോ കൈനമാറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ. മൂന്നാമത്തെ ബ്രാഞ്ചാണ് ഡൈനാമിക്സ്. ഡൈനാമിക്സ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് by considering the factors which affects the causes of motion. അതായത് ആ മോഷനെ എന്താണോ കാരണം അതിനെക്കുറിച്ച് കൂടി നമ്മൾ ഏതിൽ പഠിക്കുന്നുണ്ട്? ഡൈനാമിക്സ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് ഒരു വസ്തു ചലിക്കുന്നതിന് എന്ത് വേണം? ഒരു ബലം വേണം, ഫോഴ്സ് വേണം. ഫോഴ്സ് ഈസ് നീഡഡ് ടു മൂവ് എ ബോഡി. സോ ദ ഡൈനാമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ദി കൺസെപ്റ്റ് ഓഫ് ഫോഴ്സ്. അതായത് ഫോഴ്സുമായി ബന്ധപ്പെട്ട പഠനമൊക്കെയാണ് ഡൈനാമിക്സിൽ. ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് 4-5ാമത്തെ ലെസണായിട്ട്. അവിടെയാണ് ഡൈനാമിക്സ് എന്നുള്ളതിൻ്റെ റോള് വരുന്നത്. കൈനമാറ്റിക്സ് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ. ഹിയർ ദ ടൈം പ്ലേസ് ആൻ എസെൻഷ്യൽ റോൾ. ഹിയർ ആൾസോ ദ ടൈം പ്ലേസ് ആൻ എസെൻഷ്യൽ റോൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക്സ് ടൈം ഹാസ് നോ റോൾ. കാരണം എന്താണ്? റസ്റ്റിലിരിക്കുന്ന ബോഡി എത്ര സമയം കഴിഞ്ഞാലും അത് റസ്റ്റിൽ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ? ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത് മനസ്സിലാക്കേണ്ടത് എന്താണ് റസ്റ്റ്, എന്താണ് മോഷൻ. നിശ്ചലാവസ്ഥ
അല്ലെങ്കിൽ ചലനാവസ്ഥ എന്നൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും. എന്താണ്, എപ്പോഴാണ് വസ്തു റെസ്റ്റിലാണെന്ന് പറയാം, എപ്പോഴാണ് വസ്തു അതേപോലെ ചലനാവസ്ഥയിലാണെന്ന് പറയാം. ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി അറ്റ് റെസ്റ്റ് ഇഫ് ഇറ്റ്സ് പൊസിഷൻ ഡു നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. സമയത്തിനനുസരിച്ചും ചുറ്റുപാടുകൾക്കനുസരിച്ചും വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ല എങ്കിൽ വസ്തു എന്തിലാണെന്ന് പറയാം, നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. എക്സാമ്പിൾസ് നമുക്കറിയാവുന്നതാണ്. എ ബുക്ക് ഓർ എ ചോക്ക് ഓൺ എ ടേബിൾ, അല്ലേ, അവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ചോക്കൊക്കെ റെസ്റ്റിലാണെന്ന് പറയാം. അതുപോലെ എ പേഴ്സൺ സിറ്റിംഗ് ഓൺ എ ചെയർ, ചെയറിലിരിക്കുന്ന ഒരു ആൾ, ഇവരൊക്കെ തന്നെ റെസ്റ്റിലാണ്. ദാറ്റ് ഈസ് റെസ്റ്റ്. ദെൻ വാട്ട് ഈസ് മോഷൻ? എൻ ഒബ്ജക്റ്റ് ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ്സ് പൊസിഷൻ ചേഞ്ചസ് വിത്ത് ടൈം ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ചും സമയം മാറുന്നതനുസരിച്ചും വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നുവെങ്കിൽ ആ വസ്തു ചലനാവസ്ഥയിലാണെന്ന് പറയാം. An object is said to be in motion if its position changes with time and with respect to its surroundings. Then that body or that object is said to be in motion. Okay. Examples: a car moving on a road, a moving train, a moving butterfly. These are the examples for an object in motion. Okay. അടുത്ത ഒരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പോയിൻ്റ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റും പോയിൻ്റ് ഒബ്ജക്റ്റ് നമ്മൾ എന്താണ് വ്യത്യാസം? അതായത് നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ പോയിൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആൻ ഒബ്ജക്റ്റ് ഈസ് കൺസിഡർഡ് ടു ബി പോയിൻ്റ് ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ്സ് ഡയമെൻഷൻസ്. ഒരു വസ്തുവിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? അതിൻ്റെ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ മൊത്തം സൈസ്. ആൻ ഒബ്ജക്റ്റ് ഈസ് സെഡ് ടു ബി ആൻ പോയിൻ്റ് ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ്സ് ഡയമെൻഷൻസ് ആർ നെഗ്ലിജിബിൾ കമ്പയർഡ് ടു ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ഇറ്റ്. അതായത് ആ വസ്തു സഞ്ചരിക്കുന്ന ദൂരവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ വസ്തുവിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ ഡയമെൻഷൻ വളരെ ചെറുതാണെങ്കിൽ ദാറ്റ് ബോഡീസ് മേ ബി കൺസിഡർഡ് ആസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. എക്സാമ്പിൾസ് ഞാൻ പറയാം. സപ്പോസ് എ കാർ ഈസ് മൂവിങ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ ദൂരത്തിൽ സ്ട്രൈറ്റ് സഞ്ചരിക്കുന്ന ഒരു കാറാണെങ്കിൽ ആ കാറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10 കിലോമീറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിളാണ്. ദാറ്റ് കാർ മേ ബി കൺസിഡർഡ് ആസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. അനദർ എക്സാമ്പിൾ, ആൻ എയ്റോപ്ലെയിൻ. വളരെ ഹ്യൂജ് ഒബ്ജക്റ്റാണ്. പക്ഷേ an എയ്റോപ്ലെയിൻ വിച്ച് ഈസ് ട്രാവലിംഗ് ഫ്രം ഇന്ത്യ ടു USA. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറക്കുന്ന ഒരു എയ്റോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിൻ്റെ സൈസ് ഈ ഡിസ്റ്റൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ നെഗ്ലിജിബിളാണ്. ദാറ്റ് എയ്റോപ്ലെയിൻ മേ ബി കൺസിഡർഡ് ആസ് എ പോയിൻ്റ് ഒബ്ജക്റ്റ്. ഈ ചാപ്റ്റർ നമ്മളിപ്പോൾ ഈ മൂന്നാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്ന മോഷൻ്റെ സ്ട്രൈറ്റ് ലൈനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റുകളൊക്കെ തന്നെ കൺസിഡർ ചെയ്യുന്നത് പോയിൻ്റ് ഒബ്ജക്റ്റുകളായിട്ടാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ സൈസ് നമ്മുടെ തിയറിയെയോ കാൽക്കുലേഷനോ ഒന്നും തന്നെ ബാധിക്കാത്ത രീതിയിലാണ്. അതായത് അപ്പോൾ നമ്മൾ റെസ്റ്റ് എന്താണെന്നുള്ളതും മോഷൻ എന്താണെന്നുള്ളതും മനസ്സിലാക്കി. ഒരു കാര്യം കൂടി അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്. നിശ്ചലാവസ്ഥ എന്ന് പറയുന്നതും ചലനാവസ്ഥ എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ആപേക്ഷികമാണ്. സപ്പോസ് എ പേഴ്സൺ ഈ സിറ്റിംഗ് ഓൺ എ മൂവിങ് ട്രെയിൻ, ഹീസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഹിസ് ഫെല്ലോ പാസഞ്ചേഴ്സ്. അല്ലേ, ട്രെയിനിൽ ഒരാൾ ഇരിക്കുകയാണ്, ആ ബോഗിക്കകത്തിരിക്കുന്ന പാസഞ്ചേഴ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആ ആൾ റെസ്റ്റിലാണെന്ന് പറയാം. ബട്ട് ഹീസ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു ദ ഒബ്ജക്ട്സ് ഔട്ട്സൈഡ് ദ ട്രെയിൻ ഓർ വിത്ത് റെസ്പെക്ട് ടു ദ സറൗണ്ടിങ്സ് ഔട്ട്സൈഡ് ദ ട്രെയിൻ. ട്രെയിന് ചുറ്റും ഉള്ള ഒരാളുമായിട്ട് നോക്കുമ്പോൾ, പുറത്ത് നിൽക്കുന്ന ഒരാളുമായിട്ട് നോക്കുമ്പോൾ ഹീസ് ഇൻ മോഷൻ. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന ബോഡി തന്നെ സാഹചര്യം അല്ലെങ്കിൽ സറൗണ്ടിങ്സ് മാറുന്നതിനനുസരിച്ച് മോഷനായി മാറാം. വേറെ എക്സാമ്പിൾ, സപ്പോസ് എ പേഴ്സൺ ഈസ് സിറ്റിംഗ് ഓൺ എ ചെയർ, ഹീസ് അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു എർത്ത്. ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ഇരിക്കുന്ന ആൾ ചെയറിലിരിക്കുകയാണെങ്കിൽ ഹീസ് അറ്റ് റെസ്റ്റ്. ബട്ട് ഹീസ് ഇൻ മോഷൻ വിത്ത് റെസ്പെക്ട് ടു അതർ പ്ലാനറ്റ്സ്. മറ്റുള്ള പ്ലാനറ്റ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഹീസ് ഇൻ മോഷൻ. സോ ദ കൺസെപ്റ്റ് ഈസ് ദാറ്റ് ദി റെസ്റ്റ് ആൻഡ് മോഷൻ ആർ റിലേറ്റീവ്, ആപേക്ഷികമാണ്. നിശ്ചലമായി എപ്പോഴും നമ്മൾ റെസ്റ്റിലാണെന്ന് ഒരു വസ്തുവിനെ പറയാൻ കഴിയില്ല, അതുപോലെ ചലനാവസ്ഥയിലാണെന്ന് പറയാൻ കഴിയില്ല. രണ്ടും നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് സറൗണ്ടിങ്സിനനുസരിച്ച് നമുക്ക് മാറ്റി പറയാൻ കഴിയും. ഓക്കെ, നമ്മൾ പറഞ്ഞു കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്ട്സ് വിത്തൗട്ട് കൺസിഡറിങ് ദി കോസസ് ഓഫ് മോഷൻ. കൈനമാറ്റിക്സിൽ തന്നെ നമുക്ക് മൂന്നായിട്ട് മോഷനുകളെ ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് 1 ഡയമെൻഷണൽ മോഷൻ, സെക്കൻഡ് ഈസ് 2 ഡയമെൻഷണൽ മോഷൻ, തേർഡ് ഈസ് 3 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷനെ പറയുന്ന വേറൊരു പേരാണ് റെക്റ്റിലീനിയർ മോഷൻ. അതിൽ വേറൊരു പേര് കൂടി ഉണ്ട്, ദാറ്റ് ഈസ് മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇത്തരം മോഷനെ കുറിച്ചാണ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ.
എന്താണ് ഒരു എക്സാമ്പിൾ? സപ്പോസ് ആൻ ഏൺഡ് എ ബോൾ ഈസ് റോളിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ ഇൻ ഫ്ലോർ. ബോൾ അല്ലെങ്കിൽ ഒരു ഉറുമ്പ് ഒരു ഫ്ലോറിലൂടെ നീങ്ങാൻ വിചാരിക്കുക. അപ്പോൾ അതിന് എന്താണെന്ന് പറയാം? ദാറ്റ് ഇസ് എ വൺ ഡയമെൻഷണൽ മോഷൻ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എക്സ് ആക്സിസ് ആണ്. അവിടെ 3 ആക്സിസുകൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ്, വൈ, സെഡ്. നിങ്ങൾ പഠിച്ച് ചെറിയ ക്ലാസ്സിൽ പഠിച്ചു എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. അപ്പോൾ ഒരു വസ്തു സ്ട്രൈറ്റ് ലൈൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നേർരേഖയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പൊസിഷൻ മനസ്സിലാക്കാൻ നമുക്ക് ഒറ്റ ആക്സിസ് മതി. ഒന്നുകിൽ എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ്. ഞാനിവിടെ എക്സ് ആക്സിസിൽ ഈ ഒരു ഏണ്ടിൻ്റെ ഒരു ഉറുമ്പിൻ്റെ പൊസിഷൻ അവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ എക്സ് ഈസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അതായത് ഇത് പൊസിഷൻ ഓഫ് ദ ഏണ്ട് ഈസ് 5 സെൻറ്റിമീറ്റർ ഫ്രം ദി ഒറിജിൻ. ഇതിന് നമ്മൾ പറയുന്ന പേര് ഒറിജിൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ കോർഡിനേറ്റേ ആവശ്യമുള്ളൂ വൺ ഡയമെൻഷണൽ മോഷനിൽ. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന മോഷനൊക്കെ തന്നെ മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനാണ്. ദാറ്റ് ഈസ് ഒറ്റ ആക്സിസ്, എക്സ് ആക്സിസ് അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റ്സ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ ഓർ മോഷൻ ഇൻ എ പ്ലെയിൻ. ഈ പറഞ്ഞ സപ്പോസ് ഏൺഡ് ഈസ് ക്രൗളിങ് ഓൺ എ ഫ്ലോർ. ഒരു ഉറുമ്പ് ഈ തരത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക വിചാരിക്കുക. ഈ ഒരു ഡയറക്ഷൻ ഇങ്ങനെയാണ് പോകുന്നത്. ഈ പാത്തിലൂടെ മൂവ് ചെയ്യുന്നെങ്കിൽ നമുക്ക് ആ ഉറുമ്പിൻ്റെ പൊസിഷൻ അറിയുന്നതിന് വേണ്ടി സപ്പോസ് ഈ ഭാഗത്തുള്ള ഉറുമ്പിൻ്റെ പൊസിഷൻ അറിയണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? എക്സ് കോർഡിനേറ്റിൽ നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് എത്ര അകലത്തിലാണ്, അതുപോലെ വൈ ആക്സിൽ നിന്ന് എത്ര അകലത്തിലാണെന്ന് അറിയണം. അതായത് ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും നമുക്ക് അറിയണം. അതായത് ഇതിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കാം, ഇത് വൈ എന്ന് കൊടുക്കാം. സോ ദ പോയിൻ്റ് ഈസ് എക്സ് വൈ. നിങ്ങൾ ഗ്രാഫ് പേപ്പറിൽ പോയിൻ്റ് മാർക്ക് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് എക്സ് ഇത്ര വൈ ഇത്ര. അപ്പോൾ ഹിയർ വി നീഡ് 2 കോർഡിനേറ്റ്സ്. ഓക്കെ. അപ്പോൾ എന്താണ് ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ? എന്ത്? ഈ എക്സ് ആക്സിസും വൈ ആക്സിനും ഇടയ്ക്കുള്ള ഈ റീജിയനെ പറയുന്ന പേരാണ് ഒരു പ്ലെയിൻ, തലം എന്ന് പറയുന്നത്. അപ്പോൾ 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ ഒരു തലം ആവശ്യമാണ്. 2 ഡയമെൻഷണൽ മോഷൻ വേറെ എക്സാമ്പിളാണ് പ്രൊജക്റ്റൈൽ മോഷൻ. പ്രൊജക്റ്റൈൽ മോഷനൊക്കെ നമ്മൾ അടുത്ത ലെസണിൽ വ്യക്തമായിട്ട് പഠിക്കും. പ്രൊജക്റ്റൈൽ മോഷൻ അതായത് ഒരു പ്ലെയിനിലൂടെയുള്ള മോഷനാണ് 2 ഡയമെൻഷണൽ മോഷൻ. മൂന്നാമത്തെ ടൈപ്പ് ഓഫ് മോഷനാണ് 3 ഡയമെൻഷണൽ മോഷൻ ഓർ മോഷൻ ഇൻ എ സ്പേസ്. ഓക്കെ. ഇതിനൊരു എക്സാമ്പിൾ പറയാവുന്നത് സപ്പോസ് എ കൈറ്റ് ഈസ് ഫ്ലൈയിങ് ഓർ എ ബേർഡ് ഈസ് ഫ്ലൈയിങ് ഇൻ എയർ ഓർ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആർ മൂവിങ് ഇൻ എയർ. ഇതൊക്കെ തന്നെ മോഷൻ ഇൻ എ സ്പേസ് ആണ്. അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു സ്പേസിലിരിക്കുന്ന ഒരു വസ്തുവിനെ സംബന്ധിച്ച് അതിൻ്റെ പൊസിഷൻ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ അതിന് എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. എക്സ് വൈ സെഡ് 3 ആക്സിസിൽ നിന്നുള്ള ദൂരവും പറഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ വ്യക്തമായുള്ള പൊസിഷൻ അറിയാൻ കഴിയുകയുള്ളൂ. ദാറ്റ് ഈസ് 3 ഡയമെൻഷണൽ മോഷൻ. അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനെ സ്ട്രൈറ്റ് ലൈൻ ആണ്. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനെ പ്ലെയിൻ ആണ്. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷനെ സ്പേസ്. ഇവിടെ യു നീഡ് ഓൺലി 1 കോർഡിനേറ്റ്. ഹിയർ യു നീഡ് 2 കോർഡിനേറ്റ്സ്. 2 ഡയമെൻഷണൽ ആണെങ്കിൽ 2 കോർഡിനേറ്റ്സ്. ഹിയർ യു നീഡ് 3 കോർഡിനേറ്റ്സ്. എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ആൻഡ് ഓർ എ ബോൾ റോളിംഗ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ഓർ മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. ദെൻ സെക്കൻഡ് വൺ ഹിയർ വേറെ എക്സാമ്പിൾ 2 ഡയമെൻഷണൽ മോഷൻ പറയാവുന്നത് മോഷൻ ഓഫ് എ കാരം സ്ട്രൈക്കർ അല്ലെങ്കിൽ കാരം പോയിൻറ്റ്സ്. ഇതൊക്കെ തന്നെ ഒരു പ്ലെയിനിലുള്ള മൂവ്മെൻ്റ് ഒക്കെ തന്നെ എന്താണെന്ന് പറയാം? 2 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. അതുപോലെ ഇവിടെ തന്നെ എ ബട്ടർഫ്ലൈ ഫ്ലൈയിങ്, അതേപോലെ തന്നെ എ ബേർഡ് ഫ്ലൈയിങ് ഇൻ എയർ, അതേപോലെ മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ തന്നെ. അതായത് മോഷൻ തന്നെ നമുക്ക് 2 തരത്തിലുള്ള മോഷൻ നോക്കാം. വിസിബിൾ മോഷനുണ്ട്, ചില സമയത്ത് ഇൻവിസിബിൾ മോഷനുണ്ട്. അങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് പല മോഷൻ നമുക്ക് ചുറ്റുപാടും കാണുന്ന മോഷനൊക്കെ നമുക്ക് വിസിബിളാണ്, പക്ഷേ എല്ലാ മോഷനും വിസിബിൾ അല്ല. ഇപ്പോൾ മോഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് അല്ലേ, മോഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ്, സ്ലൈറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് കാണാൻ കഴിയില്ല. അത്തരം മോഷനുകളും അതും മോഷൻ്റെ പട്ടികയിൽ പെടുന്നതാണ്. ദാറ്റ് മോഷൻസ് ആർ ഇൻവിസിബിൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട പുതിയൊരു കൺസെപ്റ്റാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആൻഡ് സ്കേലാർ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. Scalar quantities are those physical quantities which have only magnitude. Magnitude പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാസ് ഓഫ് എ ബോഡി 10 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഈ മാസ് എന്ന് അതിൻ്റെ 10 എന്ന് പറയുന്നത് അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. കിലോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റാണ്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മളിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറ്, അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ, അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും. സോ ദ ക്വാണ്ടിറ്റീസ് which have only magnitude, which are represented only in magnitude are known as scalar quantities. നമ്മളതിൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് പറയാൻ കഴിയും. ടൈം അല്ലേ, ടൈം 2 സെക്കൻഡ് എന്നേ പറയുള്ളൂ. മാസ് അതേപോലെ വേറെ ഒന്നാണ്. അതുപോലെ ഡിസ്റ്റൻസ്, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഡിസ്റ്റൻസ്, ദൂരം, എത്ര ദൂരം സഞ്ചരിച്ചു, ഡിസ്റ്റൻസ്.
അതേപോലെ ഡെൻസിറ്റി, സാന്ദ്രത ഒക്കെ നിങ്ങൾ പഠിച്ച ചില ക്വാണ്ടിറ്റീസാണ്. ഇതൊക്കെ തന്നെ സ്കേലാർ ക്വാണ്ടിറ്റികളായിട്ടാണ് പറയുന്നത്. വർക്ക്, എനർജി, ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറുമായിട്ട് ഒരുപാട് ക്വാണ്ടിറ്റീസ് ഈ തരത്തിൽ മനസ്സിലാക്കും. ഇതൊക്കെ തന്നെ സ്കേലാർ ക്വാണ്ടിറ്റീസ് ആണ്. ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. ഇതിന് നമ്മൾ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് അദിശ അളവുകൾ, അദിശ അളവുകൾ. രണ്ടാമത്തെ ക്വാണ്ടിറ്റീസ് ആണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സദിശ അളവുകളാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ദാറ്റ് ഈസ് ഇൻ അഡീഷൻ ടു മാഗ്നിറ്റ്യൂഡ് they have direction also. That is both magnitude and direction. അതായത് ഡയറക്ഷൻ കൊണ്ട് സ്പെസിഫൈ ചെയ്താലേ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്ലിയർ ആവുള്ളൂ. എക്സാമ്പിൾസ് നമ്മൾ പഠിക്കാൻ പോകുന്നതായിട്ട് ക്വാണ്ടിറ്റീസ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്, സ്ഥാനാന്തരണം, ഫോഴ്സ്, ബലം, ടോർക്ക് പഠിക്കാൻ പോകുന്ന ക്വാണ്ടിറ്റീസാണ്. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ആക്കം. ഓക്കെ, സോ മെനി ക്വാണ്ടിറ്റീസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റീസൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി യു നീഡ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ഓക്കെ, ഇനി വേറെ വ്യത്യാസം തമ്മിലുള്ളത്, സ്കേലാർ ക്വാണ്ടിറ്റീസ് ഒബേസ് ദ ലോസ് ഓഫ് ഓർഡിനറി ആൾജബ്ര. ദാറ്റ് ഈസ് ഓർഡിനറി ലോസ് ഓഫ് ആൾജബ്ര ഒബേസ് ചെയ്യുന്നതാണ് സ്കേലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കേലാർ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ആഡഡ്, ദേ ക്യാൻ ബി സബ്ട്രാക്റ്റഡ്, ദേ ക്യാൻ ബി മൾട്ടിപ്ലൈഡ് ആൻഡ് ദേ ക്യാൻ ബി ഡിവൈഡഡ്. നമ്മൾ ഓർഡിനറി നമ്പേഴ്സ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ മാസ് 10 കിലോഗ്രാം മാസും 20 കിലോഗ്രാം മാസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 30 കിലോഗ്രാം മാസ്, 4 സെക്കൻഡും 3 സെക്കൻഡും കൂട്ടിക്കഴിഞ്ഞാൽ 7 സെക്കൻഡ്. അപ്പോൾ സാധാരണ നമ്മൾ നമ്പേഴ്സ് ലോസ് ഓഫ് ആൾജബ്രയിൽ ചെയ്യുന്ന ന്യൂമറിക്കൽ നമ്പേഴ്സ് എങ്ങനെ ആഡ് ചെയ്യുന്നു, അതോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, അതൊക്കെ തന്നെ സ്കേലാർ ക്വാണ്ടിറ്റീസിൽ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഡു നോട്ട് ഒബേ ദ ഓർഡിനറി ലോസ് ഓഫ് ആൾജബ്ര. ദേ ആർ ഒബേയിങ് ദ ലോസ് ഓഫ് വെക്റ്റർ ആൾജബ്ര. വെക്റ്റർ ആൾജബ്ര, വെക്റ്റർ അഡീഷൻ, വെക്റ്റർ സബ്ട്രാക്ഷൻ ഒക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. സോ ദ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഒബേസ് ദ ലോസ് ഓഫ് വെക്റ്റർ ആൾജബ്ര. ഇൻ വെക്റ്റർ ആൾജബ്ര യു ക്യാൻ ആഡ് 2 vectors, you can subtract 2 vectors and you can multiply 2 vectors, but you cannot divide a vector with another vector. That is, division of a vector with another vector is not possible in vector algebra. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, സ്കേലാർ ക്വാണ്ടിറ്റീസ് ആൻഡ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സ്കേലേഴ്സ് ആർ ദോസ് ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വെക്ടേഴ്സ് ആർ ദോസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ഹാവ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കേലേഴ്സ് ഒബേസ് ദ ലോസ് ഓഫ് ordinary algebra, but vectors are obeying the laws of vector algebra. Division of a vector with another vector is not possible. അടുത്ത കോൺസെപ്റ്റ് ആണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദൂരം, മലയാളത്തിൽ ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ സ്ഥാനാന്തരണം. എന്താണ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് or the total path covered by an object. See, suppose a body is traveling from this point A and reach here B. A is the initial position and B is the final position. It moves along this path. ഈ തരത്തിലേക്കാണ് പോകുന്നത്. സിസാഗായിട്ടും പല തരത്തിലത് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ ബോഡി എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിച്ച ആകെ ദൂരത്തെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. ഓർ ആകെ പാത്തിനെ പറയുന്ന ആ മൊട്ടൽ പാത്ത് ലെങ്ത്, അതായത് സഞ്ചരിച്ച ആകെ ലെങ്ത് മൊത്തം എടുക്കുന്നതാണ് ഇവിടുത്തെ ദൂരം എന്ന് പറയുന്നത്. ഓർ ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഡിസ്റ്റൻസ്, ദൂരം. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഓർ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ബോഡിയുടെ എന്തേ നമ്മൾ നോക്കുന്നുള്ളൂ, ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ എവിടെ നിന്നാണ് തുടങ്ങിയത്, ദെൻ വേർ ഈസ് ദ ഫൈനൽ പൊസിഷൻ, അതിൻ്റെ ഇടയ്ക്കുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിസ്റ്റൻസ് ഈസ് ദി ടോട്ടൽ പാത്ത് ലെങ്ത് കവേർഡ് ബൈ ദി ബോഡി. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ പൊസിഷൻ ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. അപ്പോൾ ഇവിടെ നോക്കുക, എയിൽ നിന്ന് ബിയിലേക്ക് ഈ തരത്തിലാണ് ബോഡി എത്തിയതെങ്കിൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, യു ടേക്ക് ഓൺലി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ് ആൻഡ് ഡ്രോ എ സ്ട്രൈറ്റ് ലൈൻ. So this is the displacement AB. This is the displacement from A to B. So that is the shortest distance between initial and final points. Okay. So distance is the total path covered by a body. Displacement is the change in
ഫൈനൽ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഇനി ചില സമയത്ത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റൊക്കെ ഒന്നായി മാറും. നോക്കാം, ഞാനിപ്പോൾ ഈ തരത്തിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഈ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് വിചാരിക്കുക. ഇവിടുന്ന് അങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇറ്റ്സ് സ്ട്രൈറ്റ് ലൈൻ പാത്ത്. അപ്പോൾ എന്താണ് ഈ ഡിസ്റ്റൻസ്? നമ്മൾ 10 മീറ്റർ ആണെന്ന് എടുക്കുക. 10 മീറ്റർ ആണെന്ന് എടുക്കുക. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്? എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്ന ദൂരം എന്ന് പറയുന്നത് 10 മീറ്ററാണ്. ഓക്കെ, ഇനി എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ഇവിടെ 10 മീറ്ററാണ്, ഇവിടെ ശരിക്കും 0 മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ചേഞ്ച് ഇൻ പൊസിഷനാണ്. അപ്പോൾ ഇവിടുന്ന് ഇത് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് 10 മീറ്ററിനാണ്. അപ്പോൾ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ മോഷൻ ബോത്ത് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ സെയിം അല്ലേ? ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആയിരിക്കും സ്ട്രൈറ്റ് ലൈൻ മോഷന്. ഫോർ സ്ട്രൈറ്റ് ലൈൻ മോഷൻ distance is equal to what? Displacement. But for other type of motion, straight line അല്ലാത്ത മോഷൻ ഇവിടേക്ക് വരാം. ഇപ്പോൾ ഈ തരത്തിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് കൂടുതലാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇത്രയേ ഉള്ളൂ. സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിൽ രണ്ടും ഓക്കെ. അപ്പോൾ ഫോർ അതർ ടൈപ്പ് ഓഫ് മോഷൻ ഹൗ ക്യാൻ റൈറ്റ്? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ടുകൂടെയും ജനറലൈസ് ചെയ്യുമ്പോൾ അങ്ങനെ എഴുതാൻ പറ്റും. ഡിസ്റ്റൻസ് ചില സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആവും സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ. ഫോർ അതർ ടൈപ്പ് ഓഫ് മോഷൻ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഈ തരത്തിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഇനി വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഡിസ്റ്റൻസ് എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും പോസിറ്റീവ് ക്വാണ്ടിറ്റി നമുക്ക് പറയാൻ പറ്റാത്തത്. ഇവിടുന്ന് സഞ്ചരിച്ച മൊത്തം ദൂരം എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് ബോഡി എത്തുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത് 10 മീറ്റർ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ്. ഇനി ബിയിൽ നിന്ന് എയിലേക്കാണ് ബോഡി വരുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ഡയറക്ഷൻ ആയിട്ട് നെഗറ്റീവ് ഡയറക്ഷനാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് -10 മീറ്റർ ആയിരിക്കും. അങ്ങോട്ട് പോകുമ്പോൾ 10 മീറ്റർ ആണ് ഡിസ്പ്ലേസ്മെൻ്റ് എങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് -10 മീറ്റർ ആയിരിക്കും. ഡയറക്ഷൻ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഓക്കെ, ഇനി എയിൽ നിന്ന് ബോഡി ബിയിലേക്ക് എത്തി, ബിയിൽ നിന്ന് ബോഡി തിരിച്ച് എയിലേക്ക് തന്നെ വന്നു. അത് പറഞ്ഞാൽ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് പോയിട്ട് തിരിച്ച് ഇനീഷ്യൽ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് 10 മീറ്റർ, തിരിച്ച് ഇങ്ങോട്ട് വരാൻ എടുത്ത ഡിസ്പ്ലേസ്മെൻറ്റ് -10 മീറ്റർ. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? ഡിസ്റ്റൻസ് എന്നുള്ളത് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലായി, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എന്തൊക്കെ പറയാൻ പറ്റും? പോസിറ്റീവാണ്. അതായത് അങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവാണ്, തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ദാറ്റ് ഈസ് നെഗറ്റീവ് ക്വാണ്ടിറ്റി ആൻഡ് സംടൈംസ് ഇറ്റ് മേ ബി 0. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് പോയി അതേ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, അതേപോലെ നോക്കൂ, ഇപ്പോൾ സപ്പോസ് എ ബോൾ ഈസ് throwing upwards and it come down. Suppose h is the height traveled. ഇത് ഗ്രൗണ്ടാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത് h ഹൈറ്റിലാണ്, ഈ ഹൈറ്റിലെത്തി. അപ്പോൾ മുകളിലേക്ക് പോയ ഹൈറ്റ് +h ആണ്. തിരിച്ച് നമ്മൾ ഈ തരത്തിൽ എടുക്കേണ്ടി വരുമ്പോൾ ദാറ്റ് ഈസ് ടേക്കൺ ആസ് -h. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോഡി എന്തായിരിക്കും? അങ്ങോട്ട് പോയത് h, ഇങ്ങോട്ട് വന്നത് h. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് h + h. ടോട്ടൽ പാത്ത് ഇവിടെ നമ്മൾ സൈൻ എടുക്കേണ്ട, അല്ലെങ്കിൽ ഡയറക്ഷൻ കൺസിഡർ ചെയ്യേണ്ട. അങ്ങോട്ട് h, ഇങ്ങോട്ട് h. സോ ഡിസ്റ്റൻസ് ഈസ് 2h. ഡിസ്റ്റൻസ് ഈസ് 2h. അതേസമയം ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? അങ്ങോട്ട് പോകുമ്പോൾ +h, ഇങ്ങോട്ട് വരുമ്പോൾ -h. സോ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊസിഷൻ മാറുന്നില്ല. ഇവിടുന്ന് പോയ സ്ഥലത്ത് തന്നെ ഗ്രൗണ്ടിലേക്ക് നിന്ന് പോയി ഗ്രൗണ്ടിലേക്ക് തിരിച്ചു വന്നു പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെൻറ്റ് മേ ബി എയ്തർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ 0, ബട്ട് ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും കൺസെപ്റ്റ് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. അരുൺ ട്രാവൽസ് ഫ്രം എ ടു ബി. ഇവിടെ കുറേ പൊസിഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അരുൺ ട്രാവൽസ് ഫ്രം എയിൽ നിന്ന് ബിയിലേക്ക്, അരുൺ എന്നുള്ള ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുന്നു. ആൻഡ് വരുൺ അനദർ പേഴ്സൺ ഈസ് ട്രാവലിംഗ് ഫ്രം സി ടു എ. ആൻഡ് അനദർ വൺ ഇഫ് തരുൺ ട്രാവൽസ് ഫ്രം ഒ ടു ബി ആൻഡ് റിട്ടേൺസ് ഫ്രം ബി ടു ഒ, what are their displacements and their
പാത്ത് ലെങ്ത്. നമുക്ക് രണ്ടും കണ്ടെത്തണം. പാത്ത് ലെങ്ത് പറഞ്ഞാൽ നമുക്കറിയാം ഡിസ്റ്റൻസ് ആണ്, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റും കണ്ടെത്തണം. അപ്പോൾ അതവിടെ പൊസിഷൻസ് മാർക്ക് ചെയ്തിരിക്കുന്നത് -60 മുതൽ -60, -40, -20. ഇത് നെഗറ്റീവ് ഡയറക്ഷനാണ്. 0, 20, 40 പ്ലസ് ഡയറക്ഷനിൽ അങ്ങനെ +160 വരെ മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിൻ്റെ ഒരു ക്രീം ഇത്രയേ ഉള്ളൂ. അരുൺ ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. വരുൺ ട്രാവൽ ചെയ്യുന്നത് സിയിൽ നിന്ന് എയിലേക്കാണ്. തരുൺ ട്രാവൽ ചെയ്യുന്നത് ഒയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്ന് ഒയിലേക്കുമാണ്. ആദ്യം നമുക്ക് അരുണിൻ്റെ നോക്കാം. അരുണിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്നത് എന്താണ്? അരുൺ ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫൈനൽ പൊസിഷൻ ആൻഡ് ഇനീഷ്യൽ പൊസിഷൻ. ബിയിലാണ് എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് +120 ആണ്. ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് +60 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 120 - 60 രണ്ടും പോസിറ്റീവാണ്. 120 - 60 എന്ന് പറയുന്നത് +60 മീറ്ററാണ്. പ്ലസ് വരാനുള്ള കാരണം എന്താ? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അലോങ് പോസിറ്റീവ് ഡയറക്ഷൻ. അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഡയറക്ഷൻ ഇവിടുന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് അലോങ് പോസിറ്റീവ് ഡയറക്ഷൻ. ഇനി ഈ അരുണിൻ്റെ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത്, മൊത്തം സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എന്തായിരിക്കും? എയിൽ നിന്ന് ബിയിലേക്കാണ്. നോക്കൂ, ഈ തരത്തിൽ ഇവിടുന്ന് പോകുമ്പോൾ ഇവിടുന്ന് മൊത്തം ഡിസ്റ്റൻസ് പറയുന്നത് 60 മീറ്ററാണ്. 60 മീറ്ററാണ്. 60 മീറ്ററാണ് സഞ്ചരിച്ച ദൂരം. ദാറ്റ് ഈസ് ദ ടോട്ടൽ പാത്ത് ഓർ ദാറ്റ് ഈസ് ദ പാത്ത് ലെങ്ത്. നമ്മൾ ഡയറക്ഷൻ നോക്കണ്ട. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ 60ലാണ്, ഇവിടെ 120ലാണ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റൻസ് 60 മീറ്ററാണ്. ഓർ പാത്ത് ലെങ്ത് 60 മീറ്ററാണ്. സെക്കൻഡ്, വരുണിൻ്റെ കേസ് നോക്കാം. വരുൺ ഈസ് ട്രാവലിംഗ് ഫ്രം സി ടു എ. സിയിൽ നിന്ന് എയിലേക്കാണ് പോരുന്നത്. എന്തായിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. സിയിൽ നിന്ന് എയിലേക്ക്, എ എന്നുള്ള ഭാഗത്തുള്ള പൊസിഷൻ എന്താണ്? +60 ആണ്. +60 മൈനസ് എവിടെ നിന്നാണ് വരുന്നത്? സിയിൽ നിന്നാണ്. സി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 160 ആണ്. ഓക്കെ, 160. സോ സി ടു എ, സിയിൽ നിന്ന് എയിലേക്കാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ 60 മൈനസ് 160 ദാറ്റ് ഈസ് ഈക്വൽ ടു -100 മീറ്റർ. ഇവിടെ എന്തുകൊണ്ടാണ് നെഗറ്റീവ് വരാനുള്ള കാരണം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എലോങ് നെഗറ്റീവ് ഡയറക്ഷൻ. അതായത് സിയിൽ നിന്ന് എയിലേക്ക് ആകുമ്പോൾ ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഇറ്റ് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ. അങ്ങോട്ട് റൈറ്റ് ഡയറക്ഷൻ കൊണ്ട് പോസിറ്റീവ് ഡയറക്ഷനാണ്. സോ ഹിയർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് നെഗറ്റീവ് ഡയറക്ഷൻ. അതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇനി ഇതിൻ്റെ പാത്ത് ലെങ്ത് നോക്കാം. പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് നോക്കൂ എന്താണ്? സിയിൽ നിന്ന് എയിലേക്കാണ് വരുന്നത്. നമ്മളിതിൻ്റെ ഡയറക്ഷനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 20, 40 അല്ലേ, 60, 80, 100 മൊത്തം 100 മീറ്ററാണ് ഇവിടെ ആക്ച്വൽ പാത്ത് കവേർഡ്. ദാറ്റ് ഈസ് 100 മീറ്റർ. ഓൺലി പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി മൂന്നാമത്തെ തരുണിൻ്റെ കേസിൽ നോക്കാം. തരുൺ ഈസ് ട്രാവലിംഗ് ഫ്രം ഒ ടു ബി. ഒയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്ന് ഒയിലേക്ക് വരുന്നു. ഒ ടു ബിയിലേക്ക് ദാറ്റ് ഈസ് ഇവിടുത്തെ പൊസിഷൻ എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ നമുക്ക് ഒയിൽ നിന്ന് ബിയിലേക്കും വേണം, തിരിച്ച് ബിയിൽ നിന്ന് ഒയിലേക്കും തരുൺ വരികയാണെങ്കിൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇനീഷ്യൽ പൊസിഷൻ ഓയിലാണ്, ഫൈനൽ പൊസിഷനും ഓയിലാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഓയിൽ നിന്ന് പോയിട്ട് ബിയിൽ വന്നു, ബിയിൽ നിന്ന് തിരിച്ച് ഓയിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പാത്ത് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ് രണ്ടും എഴുതിയിരിക്കുന്ന ഒരേ മീനിങ്ങിലാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓയിൽ നിന്ന് ബിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ 120 മീറ്റർ, തിരിച്ച് ബിയിൽ നിന്ന് ഓയിലേക്ക് വന്നു പറഞ്ഞാൽ അഗെയിൻ 120 മീറ്റർ. ദാറ്റ് ഈസ് +240 മീറ്റർ. സോ ദാറ്റ് ഈസ് ദ പാത്ത് ലെങ്ത് ഓർ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ അരുൺ. Okay, so from this problem it is very clear that the path length or the distance is always a positive quantity. Not here 60 +60 meter, here path length is +100 meter, here path length is +240 meter. But displacement is, here it is a positive quantity, isn't it? Here is a positive quantity, here is a negative quantity. Here displacement is 0. So it is very clear that displacement of an object can be positive value, negative value or 0 value, but distance is always a positive quantity. നമുക്ക് വേറൊരു പ്രോബ്ലം നോക്കാം. A particle is moving along a circular trace of radius r. ഒരു സർക്കുലർ
പാത്തിലൂടെ ഒരു പാർട്ടിക്കിൾ സഞ്ചരിക്കുകയാണ്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഹാഫ് റെവല്യൂഷൻ ആൻഡ് ഫുൾ റെവല്യൂഷൻ? അതാണ് സർക്കുലർ പാത്ത്. അപ്പോൾ ഒരു ഹാഫ് റെവല്യൂഷൻ വരുമ്പോഴും ഒരു ഫുൾ റെവല്യൂഷൻ, ഫുള്ളായിട്ടൊരു കറക്കം വരുന്ന സമയത്തും ഉണ്ടാകുന്ന ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും നമുക്ക് കണ്ടെത്തണം. ആദ്യം നമുക്ക് ഹാഫ് റെവല്യൂഷൻ നോക്കാം. എന്താണ് ഹാഫ് റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ? എയിൽ നിന്ന് ബിയിലേക്ക് എത്തി പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഹാഫ് റെവല്യൂഷൻ. അല്ലെങ്കിൽ ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഗൈൻ ഹാഫ് റെവല്യൂഷൻ അല്ലേ? ഹാഫ് റെവല്യൂഷൻ പറഞ്ഞാൽ നമുക്ക് രണ്ട് തരത്തിലും എടുക്കാം. എ ടു ബി ഓർ ബി ടു എ അല്ലേ? എയിൽ നിന്ന് ബിയിലേക്ക്, ബിയിൽ നിന്ന് തിരിച്ച് എയിലേക്ക്. എന്തായിരിക്കും ഇവിടുത്തെ ഡിസ്റ്റൻസ്? വാട്ട് വിൽ ബി ദ ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് പറഞ്ഞാൽ നമുക്ക് ദാറ്റ് ഇസ് ദ ആക്ച്വൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി. അതായത് എയിൽ നിന്ന് തിരിച്ച് പോവുകയാണ്, ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയും ദൂരം സഞ്ചരിക്കണം, അല്ലെങ്കിൽ തിരിച്ച് ഇത്രയും ദൂരം സഞ്ചരിക്കണം. നമുക്കറിയാം ഇതൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ പകുതിയാണിത്. സർക്കിളിൻ്റെ പെരിമീറ്റർ പറഞ്ഞാൽ ഇത് മൊത്തം ചേർന്നാണ് ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അല്ലേ? സർക്കംഫറൻസ്, അതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പകുതിയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ 2πrൻ്റെ പകുതി എത്ര? 2πrൻ്റെ പകുതി πr ആയിരിക്കും ഇതിൻ്റെ ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കൂ, എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് ഫൈനൽ പൊസിഷൻ, ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ചേഞ്ച് ഇൻ പൊസിഷൻ, ദാറ്റ് ഈസ് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്. എത്ര വരും? 6ഉം 6ഉം. ഇതിൻ്റെ റേഡിയസ് ആണ്. റേഡിയസ് 6 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ റേഡിയസ് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 6ഉം ചേർന്ന് എന്തായി? 2r ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 2r ആയിരിക്കും. എയിൽ നിന്ന് ബിയിലേക്ക്, തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു പാത്താണെങ്കിൽ കൂടി നോക്കൂ, അപ്പോഴും ഈ ഡിഫറൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിന്റ് ഈസ് ഓൾവേസ് 2r. സോ ഡിസ്റ്റൻസ് ഈസ് πr ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 2r. അപ്പോൾ ഫുൾ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ എയിൽ നിന്ന് ബിയിലൂടെ പോയിട്ട് തിരിച്ച് എയിലേക്ക് വരാം അല്ലേ? ദാറ്റ് ഇസ് എ ഫുൾ റെവല്യൂഷൻ. ഫുൾ റെവല്യൂഷൻ്റെ കേസിൽ എന്തായിരിക്കും ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ് പറഞ്ഞാൽ ദ ടോട്ടൽ പാത്ത് അല്ലേ? അപ്പോൾ എയിലൂടെ പോയി ബിയിലൂടെ വന്ന് ഇങ്ങനെ വന്ന് തിരിച്ച് എയിലേക്ക് തന്നെ എത്തുന്നു. സോ ഇത് സഞ്ചരിച്ച മൊത്തം ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. ഇറ്റ്സ് എ പെരിമീറ്റർ ഓഫ് എ സർക്കിൾ 2πr. ക്ലിയർ ആയല്ലോ? നേരത്തെ ഹാഫ് റെവല്യൂഷൻ ആയിരുന്നു, അപ്പോൾ πr ആണ്. ഇവിടെ 2πr ആയിരിക്കും മൊത്തം ഡിസ്റ്റൻസ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, എയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ തിരിച്ച് ബിയിലൂടെ വന്ന് തിരിച്ച് എയിലേക്ക് തന്നെ എത്തുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ പോയിൻറ്റ് ഫൈനൽ പോയിൻറ്റും എ തന്നെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുന്നു, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ രണ്ടും ഒന്ന് തന്നെ ആയതുകൊണ്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഒരു പ്രോബ്ലം കൂടിയും, ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം, ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ദ ന്യൂമറിക്കൽ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ഡിസ്റ്റൻസ് ഈസ് ഓൾവേസ്, 4 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓൾവേസ് ലെസ് ദാൻ 1, ഓൾവേസ് ഈക്വൽ ടു 1, ഓൾവേസ് മോർ ദാൻ 1 ആൻഡ് ലാസ്റ്റ് വൺ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1. അങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റുമായിട്ട് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിയത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏത് തരത്തിലാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ആണ് അല്ലേ? അല്ലെങ്കിൽ എങ്ങനെ പറയാം? ഡിസ്റ്റൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. അർത്ഥം എന്താ? ഇത് ലെസ് ദാൻ, ചെറുതാണ്. ഡിസ്റ്റൻസ് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കാം, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റും ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ് ഈക്വൽ ആവുന്നത്? സ്ട്രൈറ്റ് ലൈൻ മോഷൻ ആണെങ്കിൽ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും ഈക്വൽ ആയിരിക്കും. സ്ട്രൈറ്റ് ലൈൻ അല്ലാത്ത തരത്തിലുള്ള ഒരു സിസാഗായുള്ള മോഷൻ ആണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ ചെറുതും ഡിസ്റ്റൻസിൻ്റെ വാല്യൂ വലുതുമായിരിക്കും. ഇനി നമ്മുടെ ഇതിനെങ്ങനെ ആൻസർ ചെയ്യുക? റേഷ്യോ ആണ് കണ്ടെത്തേണ്ടത്. ഏതിൻ്റെ റേഷ്യോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ. അപ്പോൾ എങ്ങനെ റേഷ്യോയിൽ എഴുതാം? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ഡിസ്റ്റൻസ്. ഞാൻ ഇതിനെ അങ്ങോട്ട് കൊടുന്നു. ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ എന്താ ബാക്കി വരിക? 1. സോ ദാറ്റ് ഈസ് ദ റിലേഷൻ. ഇനി നമ്മുടെ ആൻസറിലേക്ക്, ചോയ്സിലേക്ക് വരാം. ഓൾവേസ് ലെസ് ദാൻ 1 അല്ല, ഓൾവേസ് ഈക്വൽ ടു 1 അല്ല, ഓൾവേസ് മോർ ദാൻ 1 അല്ല. സോ ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1. സോ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ ലെസ് ദാൻ 1. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഇങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
മോഷനെ സ്ട്രൈറ്റ് ലൈനിലെ ഒരു ആമുഖമായി ബന്ധപ്പെട്ടിട്ട് മോഷൻ എന്താണ്, റെസ്റ്റ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഡെഫിനിഷനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം കൈനമെറ്റിക്സ്, സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ് തുടങ്ങിയ ബ്രാഞ്ചുകളെക്കുറിച്ച് ഒന്ന് പ്രതിപാദിച്ചു. കൂടാതെ വെക്ടർ ക്വാണ്ടിറ്റി, സ്കെലാർ ക്വാണ്ടിറ്റിയെക്കുറിച്ച് ജസ്റ്റ് ഒരു സൂചന മാത്രമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് അടുത്ത ചാപ്റ്ററിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. വെക്ടറിനെ കുറിച്ചൊക്കെ, വെക്ടർ ആൾജബ്രയൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന ഏറ്റവും കീ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റ്. അതിൽ നിന്നാണ് അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ തന്നെ പോകുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് എന്താണെന്നുള്ളതും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്നും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കൺസെപ്റ്റ് കൃത്യമായി കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ 2-3 തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഫിസിക്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആവണമെങ്കിൽ ഫിസിക്സിലെ കൺസെപ്റ്റ് കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ ഫിസിക്സ് വിൽ ബി വെരി ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിസിക്സിനെ അറിയാതെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. യു വിൽ ഫാൾ ഇൻ ലവ് വിത്ത് ഫിസിക്സ്. അപ്പോൾ ഈ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട് ഈ കോഴ്സ് കഴിയുമ്പോഴേക്കും ഫിസിക്സിൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നന്ദി, നമസ്കാരം.